ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ ആണെങ്കിൽ പ്രതാപനോടും വാമനോടായിട്ട് അവസാനമായിട്ട് പറയുന്നുണ്ട്, ഇവരെ ഉപദ്രവിച്ചാൽ ഇനി ഇങ്ങനെയായിരിക്കില്ല മറുപടി നൽകുന്നത്. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീട്ടിലോട്ട് പോകാം. അവിടെ പിന്നെ നിങ്ങളുടെ വീട്ടുകാരൊക്കെ കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്തായാലും നല്ലപോലെ തന്നെ കൈയും കാലൊക്കെ തല്ലി ഒടിച്ചിട്ടുണ്ട് നമ്മുടെ മാർക്കോ ആണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ മുത്തശ്ശിയെ കരുണയാണെങ്കിൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛനെന്താ മുത്തശ്ശി ഈ സമയമായിട്ടും വരാത്തത്? ഒരുപാട് നേരമായല്ലോ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞല്ലോ, ഇത്രയും നേരമായിട്ട് അച്ഛൻ വന്നില്ലേ മുത്തശ്ശി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ. മുത്തശ്ശിയാണെങ്കിൽ അങ്ങനെ തന്നെ മറുപടി നൽകുന്നുണ്ട്, മോളെ ഇതുവരെയായിട്ടും നിൻ്റെ അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ല. വന്നാൽ മുത്തശ്ശി തീർച്ചയായിട്ടും മോളെ അറിയിക്കാം, അപ്പോഴേക്കും മോൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടാൽ മതി എന്നൊക്കെ നമ്മുടെ കരുണയോട് പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ. അതിനുശേഷം മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? അച്ഛൻ ഇറങ്ങുന്ന കാര്യം അവിടെ ദുർഗയൊക്കെ അറിഞ്ഞോ? ദുർഗയൊക്കെ അറിഞ്ഞെങ്കിൽ കണ്ണനൊന്നും പിന്നെ അടങ്ങിയിരിക്കില്ല. ദുർഗയാണെങ്കിൽ ഇപ്പോൾ പറയുന്നതെല്ലാം കണ്ണൻ അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ എങ്ങനെയെങ്കിലും നിൻ്റെ അച്ഛനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് അവരോടൊന്ന് പറയണം. ഉള്ള എല്ലാ സ്വത്തുക്കളും അവരുടെ കയ്യിലാണ് ഇപ്പോൾ നമ്മുടേതുള്ളത്. സ്വത്തുക്കളൊന്നും ഇപ്പം നിൻ്റെ അച്ഛനില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണി നിന്നെ സ്വീകരിക്കോ ഇല്ലയോ എന്ന് പോലും തന്നെ ഞങ്ങൾക്ക് പറയാത്തൊരവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലും വീടും പറമ്പും വിറ്റിട്ട് വേണം നിന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. വീണ്ടും അവനാണെങ്കിൽ ഒരു പൈസയ്ക്ക് ആർത്തിയുള്ള ഒരാളെ ആയിപ്പോയി നിനക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക മുത്തശ്ശി, ഒരു വഴിയില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ കരുണയാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. മോൾ ആദ്യം ഉണ്ണിയെടുത്ത് ചെന്ന് എങ്ങനെയെങ്കിലും ആ സ്വത്തും കാര്യങ്ങളൊക്കെ പിൻവലിക്കാൻ വേണ്ടിയിട്ട് പറ. കണ്ണനോടും ദുർഗയോടായിട്ടാണെങ്കിൽ അപേക്ഷിക്കുകയും ചെയ്യും നിൻ്റെ അച്ഛനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട്. അല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇതിലെന്തായാലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയൊക്കെ നിൻ്റെ അച്ഛൻ വന്നിട്ട് നമുക്ക് നേരിട്ട് തന്നെ സംസാരിക്കാം മോളെ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ. അതിനുശേഷം ഉണ്ണിയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ആ സ്വത്തുക്കൾ എന്തായാലും ഞാൻ പിൻവലിക്കാൻ പോകുന്നില്ല. കാരണം നിന്നെ സഹിക്കാൻ തന്നെ അതിനേക്കാളും 1000 മടങ്ങ് സ്വത്തുക്കൾ എനിക്ക് ആവശ്യമുണ്ട്. എന്നാലും നിന്നെയൊക്കെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നതിനും സഹിക്കുന്നതിനൊക്കെ ഒരുപാട് കാശ് ചിലവുള്ള കാര്യമാണ് കരുണേ. എനിക്കാണെങ്കിൽ ഒന്നാമത് വലിയ പണിയൊന്നുമില്ല. ഉള്ള പണിയാണെങ്കിൽ ആ കണ്ണൻ്റെ കീഴിലാണ് ആ പണി. അതെന്തായാലും ഏത് സമയം വേണമെങ്കിലും കയ്യിൽ നിന്ന് പോകാവുന്ന പണി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതും നോക്കി നിന്നാൽ നമുക്കൊന്നും ജീവിക്കാൻ കഴിയില്ല. ഇപ്പോഴാണെങ്കിൽ എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ ചിലവാണ് വരാൻ വേണ്ടി പോകുന്നത്? ഇതുവരെയൊന്നും നിൻ്റെ അച്ഛനോടും അമ്മയോടൊന്നും ഞാൻ സ്വത്തുക്കൾ ചോദിച്ചിട്ടില്ലല്ലോ. ഇതിപ്പോൾ ആവശ്യം വന്നുകൊണ്ടാണ് ചോദിക്കുന്നതെന്നൊക്കെ നമ്മുടെ കരുണയോട് ഉണ്ണി പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഉണ്ണിയോട് കരുണ പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഉണ്ണിയേട്ടാ, അച്ഛൻ എന്തായാലും ഇപ്പം നാട്ടിലോട്ട് വന്നതില്ലേ ഉള്ളൂ ജയിലിൽ നിന്ന്. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. എന്തായാലും നിങ്ങളിങ്ങനെ കടുംപിടുത്തം പിടിക്കാതെ ഉണ്ണിയേട്ടാ. എന്തായാലും നിങ്ങളുടെ കുഞ്ഞിലെ എൻ്റെ വയറ്റിയിരിക്കുന്നത് അതിൻ്റെതെങ്കിലും ഒരു കാരുണ്യം എന്നോട് കാണിക്കും ഉണ്ണിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് കരുണയ്ക്കാണ് നല്ല സങ്കടമൊക്കെ ആവുന്നുണ്ട്. ഉണ്ണി ഇങ്ങനെ പൈസയൊക്കെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ. അതിനുശേഷം നമ്മുടെ കണ്ണനോടും ദുർഗയോടായിട്ടാണെങ്കിലും ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും ഇവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും അയാളെ ദ്രോഹിക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമുണ്ടോ നിൻ്റെ സ്വന്തം അച്ഛനെ കൊന്ന കൊലയാളിക്ക് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് നിൽക്കാൻ? അപ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, അയാൾക്ക് സപ്പോർട്ട് എന്നാൽ മാത്രമേ എനിക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ എനിക്കിവിടെ ആരും പണിയോ ജോലിയോ സ്വത്തോ ഒന്നും തന്നെ ആരും തന്നിട്ടില്ല. അയാളുടെ ഇങ്ങനെ സപ്പോർട്ട് എന്നാൽ അയാളുടെ എന്തെങ്കിലും വാങ്ങാലോ എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഞാൻ ഈ നിൽക്കുന്നത്. അതും കൂടെ നിങ്ങൾ ഇല്ലാതാക്കരുതെന്നൊക്കെ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. ആദ്യം നീ ഒന്ന് ഇതിൽ നിന്ന് എഴുന്നേക്ക് ഉണ്ണി, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ കണ്ണനും മറുപടി നൽകുന്നുണ്ട്. അപ്പോഴേക്കും ആണെങ്കിൽ നമ്മുടെ പ്രതാപനും വാമനാണെങ്കിൽ റോഡിൽ ഇറക്കി വിടുന്നുണ്ട് വാമനെയാണെങ്കിൽ. അങ്ങനെ പ്രതാപൻ നേരെ കാറും എടുത്ത് കരുണാലയത്തിലോട്ട് വരുന്നുണ്ട്. കരുണാലയത്തിലെത്തിയ നമ്മുടെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇത്രയും നേരം ആ മാർക്കോയുടെ കസ്റ്റഡിയിലായിരുന്നു ഞാനും പ്രതാപനും വാമനും ഒക്കെ എല്ലാവരും തന്നെ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ പറയണ്ട, നിൻ്റെ ശരീരം മേലാകെ മുഴുവൻ അവൻ അടിച്ച് പഞ്ചറാക്കി കാണും. എന്തായാലും വാ, കർക്കിടക മാസമില്ലേ, ഒരു ഉഴിച്ചിലൊക്കെ നമുക്ക് നടത്താമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മകനോട് അമ്മയാണെങ്കിൽ. അപ്പോൾ പ്രതാപനോട് നമ്മുടെ മോഹിനി ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മഹാലക്ഷ്മി വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രതാപനെ കളിയാക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അല്ലെങ്കിലും നീ ആഗ്രഹിച്ചത് അവനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടല്ലേ? ഏതെങ്കിലും ഭാര്യ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മോഹിനി മറുപടി നൽകുന്നുണ്ട്, ഭാര്യമാർ ആഗ്രഹിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെങ്കിൽ ഇങ്ങനത്തെ ഒരു ഭർത്താവുള്ള ഭാര്യമാരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്നെപ്പോലെ തന്നെ ആഗ്രഹിക്കും, അതിലൊരു സംശയമില്ല. കാരണം ജീവനുള്ള സമയത്ത് എല്ലാ ദിവസവും നല്ലത് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കുക,
സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക, അറിഞ്ഞോ അറിയാതെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക. ഇങ്ങനെയൊക്കെ നമ്മുടെ മോഹിനിയാണെങ്കിൽ പ്രതാപനെ നോക്കി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ഭർത്താവിനെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇയാളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഓരോരുത്തരുടെ വായിൽ നിന്ന് കേൾക്കുക എന്നല്ലാതെ ഇയാളെ കൊണ്ട് എനിക്ക് വലിയ ഉപയോഗമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് മോഹിനിയാണെങ്കിൽ. അങ്ങനെ പ്രതാപനോട് പറയുന്നുണ്ട്, അവളുടെ വാക്കൊന്നും നീ കേൾക്കണ്ട, അമ്മ എന്തായാലും ഒഴിഞ്ഞിട്ട് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മോഹിനിയാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ നൂല് കെട്ടാണ്, അമ്മ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എവിടെയാണ് ചടങ്ങ്? നിൻ്റെ വീട്ടിൽ, അവിടെ വെക്കണ്ട. കാരണം കമലേശ്വരത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ആളുകളെ മാത്രം വിളിച്ചാൽ മതി എന്നൊക്കെ നമ്മുടെ മഹിയോട് പറയുന്നുണ്ട്. മോഹിനി വിളിച്ചിട്ടാണെങ്കിൽ മോഹിനി പറഞ്ഞതെല്ലാം മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, ആ പേടിയുള്ളത് കൊണ്ടാണ് മഹി ഞാൻ ഇങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും മാറ്റിയത്. അല്ലെങ്കിലും നമ്മുടെ കുഞ്ഞിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കുഞ്ഞ് ദൈവാനുഗ്രഹമുള്ള കുഞ്ഞാണ്. അതുകൊണ്ട് നീ താനൊന്നും അധികം പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മാർക്കോയും അമ്മയും കണ്ടുമുട്ടി സംസാരിക്കുന്നുണ്ട്. മാർക്കോ ആണെങ്കിൽ പറയുന്നുണ്ട്, ഇന്ന് ആ കുഞ്ഞിൻ്റെ നൂല് കെട്ട് ചടങ്ങാണ് അമ്മേ, അവിടേക്ക് പോകണം. അതുകൊണ്ടാണ് ഞാൻ അമ്മയെ കാണാൻ വേണ്ടി വന്നത്. ഇന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അമ്മ നോക്കില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. കാരണം കുഞ്ഞ് ജനിച്ചിട്ട് വലുതാവുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതെന്തായാലും എന്താണെന്ന് മാർക്കോ ചോദിക്കുന്നുണ്ട്. അമ്മയോടാണെങ്കിൽ അമ്മ പറയുന്നുണ്ട്, അതൊന്നും എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല കുഞ്ഞി, അതൊക്കെ നീ അറിഞ്ഞോളൂ. പക്ഷേങ്കിൽ ആ കുഞ്ഞിന് ഒരാപത്തും കൂടെ സംഭവിക്കാൻ പോവുകയാണ്. പക്ഷേങ്കിൽ അതിപ്പോഴല്ല, അത് വലുതായതിനു ശേഷം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ.